ഗൈസ്, അപ്പോ ഒരു സംശയം ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ അഭിലാഷിനെ വിളിച്ചു വരുത്തിയത്. അഭിലാഷിനെ വിളിച്ചു വരുത്തിയത് അഭിലാഷ് ആട്ടായം ഞാൻ വിളിച്ചു വരുത്തി. ചേട്ടനാണ്. ഞാൻ പേര് വിളിച്ച് ചേട്ടാന്നല്ലേ വിളിക്കുന്നത്. പേര് വിളിച്ച് അഭിസംബോധന ചെയ്തു മാത്രമേ ഉള്ളൂ. ചേട്ടനെ പോലെയാണ് എപ്പോഴും. ചേട്ടൻ തന്നെയാണ്. അപ്പോ ആ ചേട്ടനെ അഭിലാഷ് ചേട്ടനെ ഞാൻ വിളിച്ചു വരുത്തിയ കാര്യം ചോദിക്കാനാണ്. ഇയാൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തല്ലോ. ഏതാ? എന്നെ പറ്റി മോശമായിട്ട്. തന്നെ പറ്റി മോശം ചെയ്യാന്ന് പറഞ്ഞാൽ താൻ നല്ല കാര്യങ്ങളാണ് കേരളത്തിൽ ചെയ്യുന്നത്. എന്ത് വീഡിയോ എന്ന് പറയാൻ നല്ല അറിയാൻ പറ്റുമോ? കാരണം വൈറലാകാൻ വേണ്ടി ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞത് ഈ 3 വർഷമായിട്ടും എന്നെ അറിയാത്ത ആൾക്കാരില്ല. പിന്നെ പല വീഡിയോകളും വരുമ്പോ വൈറലാകാൻ വേണ്ടി ചെയ്തു എന്ന് പറഞ്ഞ താൻ ഇവിടത്തെ പോക്കിത്തരോട് താൻ പറയണത്. ഏത് വൈറൽ വീഡിയോ എന്നാണ് സാറ് പറഞ്ഞതെന്ന് പറഞ്ഞു. കട്ടനും പുട്ടുന്ന ചാനലിൽ താൻ കൊടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഇന്നലെ. ഇല്ല അത് എല്ലും കപ്പയിലായിരിക്കും താൻ കണ്ട്. എല്ലും കപ്പയില് എന്താണ് ഏതൊരു ചാനലിൽ കണ്ടൊരു വീഡിയോ ഉണ്ട്. അഭിലാഷ് പറയുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ മലപ്പുറത്ത് പോയപ്പോ ഓൺലൈൻ മീഡിയ ഉണ്ടായില്ലെന്ന്. ചെറ്റത്തോട് താൻ പറയണത്. അവിടെ ആൾക്കാർ നമ്മൾ പറഞ്ഞിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ ഓടിയപ്പോ പുറകെ ഓടി വന്ന് അവര് ഷൂട്ട് ചെയ്താണ്. ഞാൻ ചോദ്യം ചോദിച്ചിട്ട് താൻ പറഞ്ഞാൽ മതി. അത് ഞാൻ ഈ ദേശം കൊണ്ടാ തന്നെ വിളിച്ചു നിർത്തി ചോദിപ്പിക്കുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത്. എനിക്ക് പേടിയാവും അങ്ങനെ സംസാരിക്കുമ്പോൾ. ചോദ്യം മാത്രമേ ചോദിക്കുള്ളൂ ദേഷ്യപ്പെട്ടിട്ട്. കാരണം ദേഹം ഉപദ്രവിച്ചോ ഇപ്പൊ? ഇല്ല. ഉണ്ടോ? ഉപദ്രവിച്ചോ? പക്ഷെ പൈസ തരേണ്ടി വരും. ഉപദ്രവം കഴിഞ്ഞ ഹോസ്പിറ്റലിൽ പോകണ്ടേ? ദേഹോദ്രവൊന്നുമില്ല. കാര്യം ചോദിക്കട്ടെ. ദേഹോദ്രവത്തിന് 1000 വെച്ചാവും. കാര്യം ചോദിച്ചോട്ടെ. എനിക്ക് ചോദിക്കാനുള്ളത്, ഇയാള് കണ്ടോ അവിടെ വെച്ച് മറ്റേ ഞാൻ പറഞ്ഞാണ് ഷൂട്ട് ചെയ്ത് ഇയാള് കണ്ടോ? കണ്ടോ? താൻ പറഞ്ഞിട്ട് ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തരം എന്ത് തെണ്ടിത്തരമാണ് താൻ പറഞ്ഞത് ആ വീഡിയോയുടെ അകത്ത്? ഞാൻ പറഞ്ഞിട്ടാന്ന് പറയുന്നത് തെണ്ടിത്തരമല്ലേ? കാരണം ഞാൻ എന്റെ ഷർട്ടിന്റെ ബട്ടൺസ് ഞാൻ എന്തുകൊണ്ട് ഊരി? ചൂടെടുത്തപ്പോ ഊരി, അല്ലാണ്ട് ദേഷ്യം കൊണ്ട് ഊരിയതല്ല. പിന്നെ ക്യാമറ ഞാൻ കണ്ടിട്ടില്ല. പുറകെ വന്ന് ഇങ്ങനെ ഷൂട്ട് ചെയ്തായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചില്ല. അവിടെ ആൾക്കാർ എന്നെ ഓടിച്ചിടുമ്പോ ആ വെപ്രാളത്തിൽ ഓടണേ. താൻ പറഞ്ഞ വയറിലാകാൻ വേണ്ടി ചെയ്തൊരു കാര്യമൊന്നും അല്ല. അടിക്കണം പിടിച്ചിട്ട് തന്നെ. അടിക്കണേ കുഴപ്പം 2000 ഇത് സീരിയസ് ആണ് ടോപ്പിക്കാണ്. മനസ്സിലായോ? അടിച്ചു 2000 കാര്യം പറയുന്നത്. ഇതിലുള്ള കാര്യം പറയണം. 2000 പറഞ്ഞത് ഇനി അടിച്ച 3000 അടിക്കല്ല. കാര്യം പറ. മനസ്സിലായി പറ. ഇങ്ങനെ വെക്കല. എനിക്ക് പേടിയാവും. ഉത്തരം പറയണോ? ഒരു സൈക്കോനെ പോലെ എന്താണ്? അല്ല സൈക്കോ ആക്കണല്ലേ താൻ. താൻ എന്താ അങ്ങനെ വീഡിയോ ഇട്ടത്? ഇങ്ങനെ ദേഷ്യം പറഞ്ഞില്ല. ഉത്തരം പറ. ഞാൻ രാക്ഷസനെ ഉത്തരം പറ. ഇനി ഇടിക്കരുത് കേട്ടോ. ഇല്ല ഞാൻ കൈ ഇടിക്കണേ. പറഞ്ഞോ. കയറിട്ട് കേട്ടോ. വേണ്ട പറഞ്ഞോ. ഇനി പേടി നിങ്ങളെ. അപ്പം ഇദ്ദേഹം ഇപ്പൊ പറയുന്നു ഷർട്ട് ഊരിയത് വേർപ്പിന്റെ അസുഖമുള്ളതുകൊണ്ടാണ്. അല്ല മറ്റേ ചൂടടിച്ചുകൊണ്ടാണ്. പിന്നെ അത് മാത്രമല്ല, അവര് എന്നെ ഷർട്ടിയെ പിടിച്ച് വലിച്ചിരുന്നു. അപ്പൊ ആ ഒരു ഇതിന് വെപ്രാളത്തിൽ ഞാൻ ഷർട്ട് ഊരിയതാണ്. ഊരിയില്ല, മൊത്തത്തിൽ ഊരിയില്ല. വെറുതെ പിടിച്ച് വലിച്ചു പുറകെട്ട് ഇങ്ങനെ. അന്നേരം കീറിയില്ല. എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ ഷർട്ടിന്റെ ബട്ടസ് മാത്രം ഊരിയതാണ്. പക്ഷെ താൻ അവിടെ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നല്ലോ. കാരണം അവര് തന്റെ സിബ് താൻ ഇപ്പൊ മുണ്ടെടുത്തിരിക്കുന്നു. താനും ഒരു പാൻ ഇട്ടിരിക്കുന്നു ആണെന്നോർത്തോ. തന്റെ സിബിന്റെ മാത്രം ഫോട്ടോ എടുക്കുന്നതാണ് വിചാരിക്കും. അപ്പൊ താൻ എന്ത് ചെയ്യും? സിബിന്റെ ഫോട്ടോ എടുക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് മോശമാണല്ലേ? എനിക്ക് ചോദിക്കാനുള്ളത്. തന്റെ അവിടെ സിബിന്റെ സിബിന്റെ ഫോട്ടോ എടുത്തവര് അവര് അപ്ലോഡ് ചെയ്തില്ല. പക്ഷെ എടുത്തു എന്റെ മുന്നിൽ ഞാൻ കണ്ടല്ലേ. എനിക്ക് കണ്ടല്ലോ 2 റൗണ്ട്. എവിടെ നിന്നപ്പോഴാണോ സിബിന്റെ ഫോട്ടോ? അല്ലേ, ഞാൻ അവിടെ ഇരുന്ന് മറ്റേ അവിടെ ഭർത്താൻ പറഞ്ഞിരിക്കുകയായിരുന്നു. അവര് ഫോട്ടോ എടുത്തിരിക്കുന്നു പറഞ്ഞത് രക്ഷപ്പെടുത്താൻ വേണ്ടി. 15 മിനിറ്റ് ഞാൻ ക്ഷമിച്ച്. അത് കഴിഞ്ഞപ്പോഴാണ് പ്രശ്നം ഉണ്ടാക്കിയത്. കല്യാണം വിളിച്ചവരാണോ താങ്കൾ എങ്ങനെയാണ്? അത് തന്നെ കല്യാണം വിളിച്ച ആൾക്കാർ തന്നെയാണ് മിസ്ബിഹേവ് ചെയ്തത്. പിന്നെ ആരാ ചെയ്തത്? കല്യാണം വിളിച്ച ആൾക്കാരാണ് ചെയ്തതെന്ന്. കല്യാണം വിളിച്ചവരാണോ മിസ്ബിഹേവ് ചെയ്തത്? അവിടെ പിള്ളേരല്ലേ? കല്യാണം വിളിച്ച പിള്ളേരാണ് വിളിച്ചതെന്ന്. പിന്നെന്താ പറയല്ലേ? പിള്ളേരാ വിളിച്ചത്. കൊച്ചുകുട്ടികളല്ലേ ചെയ്തത്? കൊച്ചുകുട്ടികളല്ല. 17 വയസ്സുള്ള പിള്ളേരാ വിളിച്ചു വരുത്തി തന്നെ. ആ നമ്പറിലുള്ളവരാണോ നിന്നോട് ചെയ്തത്? പക്ഷെ വേറെ ആള് ആ നമ്പറിലേക്ക് വിളിച്ചപ്പോ അങ്ങനെ നടന്നില്ല എന്നാണ് അവര് പറയുന്നത്. അവരങ്ങനെ പറയുള്ളൂ. അവരുടെ ന്യായം പറയാനായിട്ട്. ഇനി തന്നെ ഡിമാൻഡ് എന്താണ് കല്യാണത്തിന് മുമ്പ്? ഇനി എന്റെ മോശമായിട്ട് ഫോട്ടോ വീഡിയോ എടുക്കുകയാണെങ്കിൽ സ്പോട്ടില് അവിടെ വെച്ച് അടി പൊട്ടും. സ്പോട്ടില് എന്റെ റിയൽ സ്വഭാവം പുറത്തു വരും. കോമഡിയും കോമാളിത്തരവും ഒക്കെ ചെയ്യുന്ന രീതിയിൽ നിന്ന് മാറി ഇങ്ങനെ കുറച്ചടി വീശിങ്ങനെ കൊടുക്കാൻ തോന്നും. ഇപ്പൊ ഇങ്ങനെ വീശമ്മ ഇങ്ങനെ ഞാനൊരു സാമ്പിൾ കാണിച്ചോട്ടെ. കാണിക്കണ്ട. റിയൽ ആയിട്ട് എന്റെ സ്വഭാവം കുറച്ച്
ഡേഞ്ചർ പരിപാടിയൊക്കെ ഞാൻ വിട്ടുവെച്ചിരിക്കുക അറിയാം. സ്കൂളിലൊക്കെ തിരക്കി അറിയാം. കാരണം നമ്മള് ഒരു 5000 പേരുണ്ടെങ്കിലോ? ഞാൻ പറയട്ടെ, ഇപ്പൊ 10 പേരുണ്ടെങ്കിൽ 2 പേർക്കിട്ടെങ്കിലും ഞാൻ കൊടുത്തിട്ടുണ്ട് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ. ഇപ്പൊ അതൊക്കെ മാറ്റി വെച്ച് മാന്യമായിട്ട് അംഗൻവാടിയിൽ പഠിക്കുന്ന സമയത്തുള്ള സംഭവമാണ് പറഞ്ഞത്. അംഗൻവാടിയിലല്ല, അംഗൻവാടി അല്ലേ? പിന്നെ അംഗൻവാടിയിലല്ലേ? ഓടെ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഉള്ള സമയങ്ങളില് രണ്ടുപേരും അടിച്ച് ഏത് പ്രായത്തിലാ? 10ലോ അംഗൻവാടിയിലോ? അല്ല 8 മുതൽ 10 വരെ അല്ലെ അടുന്നു? അടി നടന്നിട്ടുണ്ട്. അതിലാണ് തന്റെ മൂക്ക് പൊട്ടി ചോര എന്റെ ഒഴിയുന്നത്. അല്ല, വേറെ ആളെ മുക്ക് പൊട്ടിച്ചു. തന്റെ മൂക്ക് പൊട്ടി എന്ന് പറഞ്ഞു ആ പാടിയാകുമ്പോ അങ്ങോട്ടും പൊട്ടുമല്ലോ. ഏറ്റവും കൂടുതൽ ചോര അവരുടെ ആണോ? അപ്പൊ എനിക്ക് പറയാനുള്ള സുഹൃത്തുക്കളെ, കല്യാണ പ്രോഗ്രാമിന് വിളിച്ചു കഴിഞ്ഞാൽ അപമാനികമായിട്ട് പെരുമാറി കഴിഞ്ഞാല് സ്പോട്ടിൽ ഞാൻ റിയാക്ട് ചെയ്യും. പിന്നെ എന്റെ കയ്യിൽ ചിലപ്പോൾ ടൂൾസ് ഉണ്ടാവും, മനസ്സിലായി. മാരക ആയുധങ്ങൾ ചിലപ്പോൾ ഞാൻ കൊണ്ടുവന്നിരിക്കും. കാരണം അത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷ ഉണ്ടാവില്ല. കാരണം ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഗണ്ണൊരെണ്ണം മേടിക്കും. ഗണ്ണില്ലേ, ഗണ്ണ്. ഇത് തമാശ പറഞ്ഞില്ല കേട്ടോ. ഇത് ഗണ്ണൊരെണ്ണം ഞാൻ മേടിച്ചിട്ട് മുട്ടിന് കഴിഞ്ഞ ദിവസം വാങ്ങി ഗണ്ണന്തേ നമ്മളെ ഉത്സവത്തിന് വാങ്ങിയ ഗണ്ണ് കളിപ്പാട്ടക്കടയിൽ നിന്ന് കിട്ടിയില്ലേ? അത് കളഞ്ഞോ? ഏത് ഗണ്ണ ഉദ്ദേശിച്ചത്? പോലീസ് ഗണ്ണ്. എടോ താൻ അങ്ങനെയൊന്നും പറയല്ലത്. തന്റെ കയ്യിലിരിക്കുന്ന ഗണ്ണെന്ന് പറഞ്ഞ കളിപ്പാട്ടാന്ന് എല്ലാവർക്കും അറിയാം. അല്ല, എന്റെ ഇപ്പൊ കളിപ്പാട്ടം അറിയും. വേണ്ടി വന്നാൽ അത് ഒപ്പിക്കാനുള്ള രീതികളെ എനിക്കറിയാം, മനസ്സിലായ. അപ്പൊ എനിക്കിപ്പോ 5000 പേര് വന്നാൽ താൻ അടിക്കും. 5000 പേര് വന്നാലും ഇനിയിപ്പോ പറഞ്ഞിരിക്കുന്നത് ഒരാള് ഒരു ബ്ലാക്ക് ക്യാറ്റിനെ കൊണ്ടുപോകും. ഞാൻ ഒരാളാ, ഞാനാണോ ബ്ലാക്ക്? അല്ലല്ല, അടി അറിയാവുന്ന തട അറിയാവുന്ന ഒരാളെ കൂടെ കൊണ്ടുപോകും. ആണായാലും പെണ്ണായാലും ഒരാളെ കൊണ്ടുപോകും. അടി കിട്ടി ഓടുന്ന ഒരാളെ കൊണ്ടുപോകും? ഇല്ല, ഓടുന്ന ആളെ കൊണ്ടുപോകില്ല. ഞാൻ അടി കിട്ടി ഓടും. ഓർഡർ ആളെ കൊണ്ടുപോകില്ല. ഇനി സൈസ് അപ്പുള്ള അഭിലാഷ് ആട്ടത്തിനെ മാഹിമോറ്റേക്കാളും പൊക്കമുള്ള ആൾക്കാരെ കൊണ്ടുപോകുള്ളൂ. ആണോ? അങ്ങനെ ആരാ ഉള്ളത്? ബാബുവിന്റെ ചേട്ടൻ? അങ്ങനെ ബാബുവിന്റെ ചേട്ടനല്ലോ അല്ലെ? പുള്ളി വിളിക്കും. അങ്ങനെ വേറെ ആരാ ഉള്ളത്? ബാബുവായിട്ട് ചേട്ടന് അത്ര ഹൈറ്റ് ഉണ്ടാവില്ല, എന്നാലും അത്യാവശ്യം തന്നും തരുന്ന ആൾക്കാരോട് വിളിക്കും. പിന്നെ കല്യാണ പരിപാടി 2000 രൂപ കൊടുക്കുകയും ചെയ്യും പുള്ളിക്ക്. പുള്ളി ഇനി കല്യാണ പരിപാടിക്ക് വന്നെങ്കിൽ ഒരു ഡിമാൻഡ് ഉണ്ട്. പുള്ളി കയറുന്നതിന് മുമ്പ് ബാനസ് പൈസ തരണം കേട്ടോ. അല്ലാണ്ട് പുള്ളി അഡ്വാൻസ് ഇട്ടിട്ട് പറ്റിക്കുന്ന പരിപാടി നടക്കത്തില്ല. കാരണം സ്റ്റേജിലേക്ക് കയറുന്നതിന് മുമ്പ് പൈസ കൊടുക്കുക, അന്നേരമാണ് പുള്ളി സ്റ്റേജിലേക്ക് കയറുന്നത്. ഇപ്പൊ 10000 ആണെങ്കിൽ 5000 കൊടുത്തു ഇരിക്കണം. 5000 ചെല്ലണേ സമയത്ത് അല്ല. കാരണം നമുക്ക് ഒരിക്കലും കത്തിയും അടിവാളും എന്താ പറയാ ആ എന്താ പറയാ മാരക ആയുധങ്ങളും കൊണ്ടുനടക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നിവർത്തിയോട് കൊണ്ട് അടുപ്പിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ ജയിലിൽ പോകേണ്ടി വരുമായിരിക്കും ചിലപ്പോ. കാരണം അപ്പൊ ജയിലിലുള്ള ആൾക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഇനി നിങ്ങൾക്ക് സന്തോഷത്തിന്റെ കാലമാണ്. അലിൻ ജോസ് പെരേര നിങ്ങളോടൊപ്പം ജയിലിലുണ്ടാവും. കാരണം ഓരോരുത്തരുടെ ആഗ്രഹമാണ് ജയിലിൽ വെച്ച് കാണുന്നത്. അങ്ങനെ പോവോ? അങ്ങനെ പറയരുത്. താൻ പറയാനുള്ള അത് പ്രവർത്തിച്ചു പോണേ. കാരണം നമ്മളിപ്പോ ടൂൾസ് നമുക്ക് ഉണ്ടാവൂല. കിട്ടുന്ന സാധനങ്ങളെടുത്ത് തലക്കടിച്ച് ഞാൻ പൊടിക്കും. കാരണം ഇനി എന്റെ മേത്തേക്ക് കുതിര കയറുന്ന ആൾക്കാർക്ക് ഒരു ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ കിട്ടുന്ന മടി കൊണ്ട് തലക്കടിച്ച് ഞാൻ പൊടിക്കും. ലൈഫ് പോട്ടെ. പക്ഷെ ഇനി എന്റെ മേത്തേക്ക് കയറാണ്ടിരുന്നില്ല. ഇതിനോട്ടെ എന്നാ പറയണം, മേത്തേക്ക് കയറി കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് മേത്തേക്ക് കയറി കഴിഞ്ഞാൽ കിട്ടുന്ന മടി കൊണ്ട് ഒന്നുകിൽ തലക്കടിക്കും, അല്ലെങ്കിൽ കൈയും കാലും ഓടിക്കും. മനസ്സിലായ? ജയിലില് പോയാലും തിരിച്ച് സംഭവിച്ചെന്ത് ചെയ്യും? ഇതിങ്ങനെ തിരിച്ചാണ് അദ്ദേഹത്തിന് സംഭവിക്കണേ. ആർക്ക്? എന്നെ തൊടാനായിട്ട് ഒരു പട്ടിക്ക് പറ്റൂല. അതല്ലോ കമ്പെടുത്ത് അവര് അടിച്ച് തല പൊട്ടിക്കാൻ എന്ത് ചെയ്യും? അവിടെയുള്ള കാറിലേക്ക് ഇടിച്ചുകൊണ്ട് തല കയറ്റും. മനസ്സിലായ? അവന്റെ കാറിന്റെ പൈസ അത്രയും ഡേഞ്ചർ മൈൻഡ് നമുക്ക് ഉണ്ട്. പക്ഷെ നമ്മൾ അതൊക്കെ ഒരു 25 പേര് വന്നോണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അന്ന് 25 പേര് ഓടി വന്നു. എത്ര പേര് വന്നു കഴിഞ്ഞാൽ നേടാൻ പറ്റും? ഒരു 3-4-5 പേരെ അടിച്ചിടാനുള്ള ചങ്കുട്ടി എനിക്കുണ്ട്. 3-4 പേരാണ് ചെല്ലാവുള്ളൂ അല്ലെ? അപ്പൊ ഫൈറ്റിലേക്ക് ഇറങ്ങുവാണ് ഇനി പോലെ. ഇനി ഫൈറ്റാണ്. മര്യാദക്കാണ് മര്യാദ അല്ലെ? മര്യാദക്കായിട്ട് പെരുമാറിയ മര്യാദ, അല്ലെങ്കിൽ കിട്ടുന്ന വടിയോ കമ്പോ കൊണ്ട് നമ്മള് തല്ലും. നമ്മള് ഒരിക്കലും നമ്മള് കുറ്റവാളിയോ തീവ്രവാദിയോ ഒന്നും അല്ല, അക്രമമൊന്നും ഉള്ള ആളല്ല, ക്രിമിനൽ അല്ല. പക്ഷെ എന്തായാലും നേരത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇനി ഇടിക്കാനാ പ്ലാനിങ്. ഞാൻ കാര്യം പറയട്ടെ, അതായത് സുഹൃത്തുക്കളെ, എപ്പോഴും നമുക്ക് സ്റ്റേഷനിൽ ഇപ്പൊ പറയാൻ കൊടുക്കാൻ പറ്റുമോ? പക്ഷെ നമുക്ക് നേരിടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ നേരിടും. മനസ്സിലായ? ഒരു കാര്യം പറയട്ടെ, ഒറ്റ കാര്യം പറഞ്ഞു. അലിൻ ജോസ് പെരേര മാന്യമായിട്ട് കല്യാണത്തിന് വരും. മാന്യമായിട്ട് നിങ്ങൾ പെരുമാറി കഴിഞ്ഞാൽ അയാളൊന്നും ചെയ്യത്തില്ല. നിങ്ങൾ പേടിക്കേണ്ട അയാളൊരു ഗുണ്ടയൊന്നുമല്ല. അയാളുടെ സാഹചര്യം മൂലം പറഞ്ഞാണ്. ഗുണ്ടായിസം പൊക്കിള് ബെൽറ്റ് ഊരിന്റെ സാഹചര്യം ബെൽറ്റ് ഊരിഞ്ഞാൽ പേടിച്ചു പോയി. ഇങ്ങോട്ടേക്ക് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയെന്ന് ഓർത്തുപോയി. കാരണം പൊക്കിളാണോ കാണിക്കും? പേടിച്ചു പോയി. സബ്സ്ക്രിപ്ഷൻ അല്ല ഇത്. എന്തായാലും ഞാൻ പറഞ്ഞു ഇങ്ങനെ കാണിക്കുമ്പോ പിന്നെ എന്നാ വിചാരിക്കണത്? പൊക്കിള് എന്നെ കാണിച്ച് അപ്പൊ ബെൽറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞ അരയില്. അതായത് ലാലേട്ടന്റെ തച്ചോളി വർഗീസ് സൈക്കിൾ ചെയിൻ എല്ലാം ഞാൻ എനിക്ക് കൊണ്ടുനടക്കും കയ്യില്. അതെവിടെ എവിടെയെങ്കിലും ഉണ്ടോ? അത് നമ്മള് പോകുമ്പോ കാറിൽ കൊണ്ടുപോകും.
ഇനിയിപ്പോ കാരണം ഇനി നമ്മളെ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും കിടന്ന് ഓടാൻ പറ്റില്ലല്ലോ. ഒരെണ്ണം കൊടുക്കണമല്ലോ ഇനിയെങ്കിലും. കാരണം അരിഞ്ച് ജോസ് പെരേര വായ പറിക്കാൻ പോയെന്ന് ചോദിക്കണം പലതും. നമ്മളിനി ശാന്തമായിട്ട് നിൽക്കുമ്പോ തലയിൽ കയറുന്ന ആൾക്കാരോട് ഞാൻ പറയാനുള്ളത് എന്തായാലും ഞാൻ കാര്യമാണ്, അഡ്വാൻസ് പൈസയും ബാക്കിയുള്ള പൈസ കയറുന്നതിനും ഈ പയ്യൻ ഇട്ട് കൊടുക്കണം. ഈ പയ്യന്റെ കാറൊക്കെ വിളിച്ചാണ് വരുന്നത്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒന്നാമത് ഞാൻ ഡാൻസ് കളിക്കാൻ ആരോടും ശത്രുതയില്ല, വെല്ലുവിളിയില്ല. ഇപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല, നടക്കണമെന്നില്ല. പക്ഷെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാന്യമായിട്ട് പെരുമാറി മാന്യമായിട്ടുള്ള പരിപാടികൾ നടക്കുള്ളൂ. സ്റ്റേജിൽ കയറി ഡാൻസ് കളിക്കണമെന്ന് നിങ്ങൾ നിർബന്ധിക്കരുത്. അതിന് 10 രൂപ അഭിലാഷ് ആട്ടത്തിന്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ മാത്രം. അഭിലാഷ് അല്ല, അങ്ങനെ എന്റെ അടുത്ത് പറയുന്നത് ഡാൻസ് കളിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട അങ്ങനെ പറയണ്ട. അല്ല, പേര് മാറിപ്പോടാ. അലിൻ ജോസ് പെരേരയുടെ അക്കൗണ്ടിലേക്ക് വന്നാലാണ് നിങ്ങൾ ഡാൻസ് കളിക്കുള്ളൂ അല്ലെ? 10 രൂപ അല്ലെ? എക്സ്ട്രാ 10 രൂപ വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോ പെട്ടെന്ന് ഇത് കിട്ടിയില്ലെങ്കിൽ എന്റെ അക്കൗണ്ടിലേക്ക് ഇടാന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞുള്ളത്. എന്റെ പേര് തെറ്റിദ്ധരിക്കരുത്. എന്തായാലും മാന്യമായിട്ട് പെരുമാറിയാൽ മാന്യമായിട്ട് പോകാം. മാന്യത വിട്ട് പെരുമാറിയാല് നമ്മളിനി ഇപ്പോ ഒന്നാമത് എന്റെ ലൈഫ് മൊത്തം അപ്പൊ അതിനിടയ്ക്ക് ഇനി ഈ ഫുഡ്, അനാവശ്യ ഫുഡ് കളയുന്നതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? വേറെ കാര്യം പറഞ്ഞു. അപ്പോ കല്യാണത്തെ പറ്റി ഒരു കാര്യം ഞാൻ പറയാം.